ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമം. വി.ഡി. സതീശൻ കേരള മുഖ്യമന്ത്രി. എം.എൽ.എമാരുടെ പിന്തുണയ്ക്കപ്പുറം സംസ്ഥാനത്തിന്റെ ജനഹിതം കൂടി കണക്കിലെടുത്താണ് ഹൈക്കമാൻഡ് തീരുമാനം. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഡൽഹിയിൽ നടത്തിയത്. നേരത്തെ കേരളത്തിലെ മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, വി.ഡി. സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നിവരുമായി ഹൈക്കമാൻഡ് ചർച്ച നടത്തിയിരുന്നു. ലീഗ് നേതൃത്വത്തെയും തീരുമാനം അറിയിച്ച ശേഷമായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം. പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വി.ഡി. സതീശൻ നിയമസഭയിലെത്തിയത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ UDF-നെ ഒറ്റക്കെട്ടായി മുന്നിൽ നിന്ന് നയിച്ചതാണ് സതീശന് കൈമുതലായത്. 100-ലധികം സീറ്റിലേക്ക് UDF എത്തിയത് അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കുള്ള അംഗീകാരമാണെന്ന വിലയിരുത്തലും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളുടെ പിന്തുണയും സതീശന് തുണയായി. എറണാകുളത്തു നിന്നുള്ള ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് സതീശൻ. കേരളത്തിൽ നിന്നുള്ള MLA-മാരുടെ പിന്തുണയും ദേശീയ നേതൃത്വത്തിന്റെ താൽപര്യവും KC വേണുഗോപാലിന് തുണയ്ക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കർണാടകയിലും തെലങ്കാനയിലും MLA-മാരുടെ തലയെണ്ണി മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് KC പക്ഷം ഓർമ്മിപ്പിച്ചെങ്കിലും അത് ഗുണം കണ്ടില്ല. സീനിയറായ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്ന വാദവുമായി ചെന്നിത്തല അനുകൂലികളും രംഗത്ത് വന്നിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയാണ് ഒരു പതിറ്റാണ്ടിന് ശേഷം UDF ഭരണം തിരിച്ചുപിടിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുന്നണി 100-ലേറെ സീറ്റ് നേടി അധികാരത്തിലെത്തുന്നത്.